മയ്യഴി അഥവാ മാഹി കേരളം എന്ന പച്ചത്തുരുത്തിൽ കേരളത്തിൻ്റേതല്ലാതെയായി കിടക്കുന്ന ഒരു ഭൂപ്രദേശം. 600 ചില്ലുവാനം കിലോമീറ്ററുകൾ ദൂരെയുള്ള പോണ്ടിച്ചേരി യൂണിയൻ ടെറിട്ടറിയുടെ ഭാഗമാണ് തലശ്ശേരിക്കടുത്ത് ഉള്ള ഏതാണ്ട് 8 കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള മാഹി എന്ന പ്രദേശം. മയ്യഴി പുഴ അറബിക്കടലിലേക്ക് ചേരുന്ന മാഹി അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ മുന്നിൽ കാണുന്ന ഈ അറബിക്കടലിലേക്ക് വന്ന് ചേരുന്ന മയ്യഴി പുഴ വ്യക്തമായി നമുക്കിവിടെ കാണാം. അതിന് ചുറ്റുപാടുമുള്ള ഒരു വോക്ക് വേയിലൂടെയുള്ള വൈകിട്ടത്തെ നടത്തവും ഹൃദ്യമായ ഒരനുഭവം തന്നെയാണ്. മയ്യഴി പുഴയുടെ ഇരുകരകളിലും മണൽ കൂമ്പാരങ്ങളും ഇത്തരത്തിലുള്ള പച്ചത്തുരുത്തുകളും അതിമനോഹരമായി നമുക്ക് ദൃശ്യമാവും. ഒരു ചെറിയ ഹാർബറും അതിനോടനുബന്ധിച്ച കുറേ ജീവിതങ്ങളുമാണ് മാഹിയിൽ ഏറ്റവും കൂടുതലായി നമുക്ക് കാണുവാൻ സാധിക്കുക. ഈ പുഴ നേരെ കടലിലേക്ക് വന്ന് ലയിക്കുന്ന ആ കാഴ്ച അതിമനോഹരമാണ്. വൈകുന്നേരങ്ങൾ സായാഹ്നങ്ങൾ ചിലവഴിക്കാൻ അതിമനോഹരമായ ഒരു പ്രദേശം കൂടിയാണ് മാഹിയുടെ ഈ വോക്ക് വേ എന്ന പ്രദേശം. ആയിരത്തി 1700-കളിൽ തുടങ്ങിയ ഫ്രഞ്ച് അധിനിവേശം മാഹിയെ പൂർണ്ണമായും ഫ്രഞ്ച് നിയന്ത്രണത്തിലാക്കി. എന്നാൽ ഫ്രഞ്ച് റവല്യൂഷൻ കാലഘട്ടത്ത് ഫ്രാൻസിൻ്റെ തകർച്ചയോടുകൂടി വീണ്ടും ബ്രിട്ടൻ അധികാരം പിടിച്ചെടുത്തു. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഫ്രാൻസ് അധികാരം തിരികെ പിടിക്കുകയും തുടർഭരണം അവർ നടത്തുകയും ചെയ്തു. ഇങ്ങനെ 1954 വരെ മാഹി ഫ്രഞ്ച് ഭരണത്തിന് കീഴിലായിരുന്നു. ചുരുക്കത്തിൽ 1947-ൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴും മാഹി ഫ്രഞ്ച് ഭരണത്തിന് കീഴിൽ തന്നെയായിരുന്നു. 1954 വരെ മലബാർ പ്രദേശത്തിൻ്റെ ഒരു പൊതു കാഴ്ചയാണ് സെവൻസ് ഫുട്ബോൾ. മലബാർ പ്രദേശത്ത് 2-3 ദിവസങ്ങളിലും സെവൻസ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ, ഫൈനൽ മത്സരങ്ങളുടെ തിരക്കിലായിരുന്നു മാഹി. മാഹി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു മലയാളിയുടെ മനസ്സിൽ ആദ്യം എത്തുക മദ്യ ഷോപ്പുകളാണ്. തുച്ഛമായ വിലയിൽ മദ്യം ലഭ്യമാക്കുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശം. ഇത്തരത്തിലുള്ള 80-ലധികം മദ്യ ഷോപ്പുകളും ബാറുകളും മാഹിയിൽ ഉണ്ട് എന്നതാണ് സത്യം. ഇത്തരത്തിലുള്ള ഷോ വിൻഡോകളുള്ള മദ്യ ഷോപ്പുകൾ സുലഭമാണ്. 1723-ൽ സ്ഥാപിക്കപ്പെട്ട സെൻറ്റ് തെരേസാസ് ഷ്രൈൻ ആണ് ഇത്. ഫ്രഞ്ച് ഭരണം നിലനിന്നിരുന്ന സമയത്ത് ഫ്രഞ്ച് അധികൃതർ അവരുടെ ആരാധനാ ആവശ്യങ്ങൾക്ക് നിർമ്മിച്ച ദേവാലയമാണ് ഇപ്പോൾ 300 വർഷം തികഞ്ഞു നിൽക്കുന്നത്. ഫ്രഞ്ച് വാസ്തു ശില്പശൈലിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുമുള്ളത്. മാഹിയിലെ പെട്രോൾ പമ്പുകളിലെല്ലാം ഇതുപോലെയുള്ള തിരക്കാണ് എപ്പോഴും. കാരണം കേരളത്തിലെ പെട്രോൾ വിലയേക്കാൾ 15 രൂപ കുറവാണ് 1 ലിറ്റർ പെട്രോളിന് മാഹിയിൽ. പല കാര്യങ്ങളിലും നമ്പർ 1 എന്ന് മേലിലടിക്കുന്ന കേരളത്തിലെ ഒരു ഗുണപാഠം കൂടിയാണ് കേന്ദ്രഭരണ പ്രദേശമായ മാഹി. മനോഹരമായ ദൃശ്യവിസ്മയം ഒരുക്കുന്ന മാഹി ടൂറിസം മേഖലയിൽ വേണ്ടത്ര ഉപയോഗിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അതിമനോഹരമായ ബീച്ചുകളും സുന്ദരമായ മറ്റ് കാഴ്ചകളും ഒരുക്കുന്ന മാഹിക്ക് ഒരു പ്രൗഢിയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കട്ടെ.